ഇത് പറയുന്ന വാപ്പന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താ നിങ്ങൾ കുട്ടികളെ നോക്കിയിട്ട് പറയാം, നിനക്ക് എന്താണ് അവൻ്റെ അത്ര മണ്ണില്ലാത്തത്, നിനക്കെന്താ അവൻ്റെ അത്ര പൊക്കമില്ലാത്തത്, നിനക്കെന്താ അവൻ്റെ അത്ര നിറമില്ലാത്തത് എന്ന് ചോദിക്കാറുണ്ടോ? ചോദിക്കാറില്ല. അവർ നമ്മുടെ കുട്ടികളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരിക്കലും താരതമ്യത്തിൻ്റെ ഭാഷ നിങ്ങൾ മക്കളോട് ഉപയോഗിക്കല്ലേ ഉപ്പമാരെ. വലിയ ഗൗരവമാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ വിഷയത്തെ നീട്ടിപ്പരത്തി പറയാതെ തന്നെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഈ പറയപ്പെട്ട വിഷയങ്ങളുടെ എല്ലാം സംക്ഷിപ്തമാണ്. ആ ഒളിമ്പിക്സിൽ 1ാം സ്ഥാനം ഗോൾഡ് മെഡൽ ഉറപ്പിച്ച ആളാണ്. അത്ര കായികാഭ്യാസിയാണ്. 400 മീറ്റർ ഓട്ട മത്സരം തുടങ്ങുകയാണ്. Derek Redmond was favored to medal in the Olympic 400-meter sprint. മത്സരം തുടങ്ങി. വളരെ ശക്തമായ മത്സരമാണ് നടക്കുകയാണ്. meters into the race, Derek felt a searing pain. 150 മീറ്ററുകൾ മാത്രം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഡെറിക് റെഡ്മണ്ടിന്റെ കാലിന്റെ മസിലിന്റെ പുറകിൽ അസഹനീയമായൊരു വേദന അനുഭവപ്പെട്ടു. ഒരു സിയറിംഗ് പെയിൻ എന്ന് തന്നെ പറയാം. കാലിന്റെ തുടയുടെ മസിലിന്റെ തൊട്ട് പുറകിലുള്ള മസിൽ കീറിപ്പോകുന്ന വേദനയായിരിക്കും. ഒരു സ്പോർട്സ് ഇഞ്ചുറിയാണ്. അത്ലറ്റ്സിന് സാധാരണ സംഭവിക്കാറുണ്ട്. അസഹനീയമായ വേദന കൊണ്ട് പുളഞ്ഞ ഡെറിക് റെഡ്മണ്ട് ആ ട്രാക്കിൽ വീണുപോയി. ഗോൾഡ് മെഡൽ ഉറപ്പിച്ച മത്സരമായിരുന്നു. പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് വീണ്ടും തൊങ്ങിക്കൊണ്ട് ട്രാക്കിലൂടെ ഓടുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. എത്തേണ്ടവരൊക്കെ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഓടുമ്പോൾ പെട്ടെന്ന് സെക്യൂരിറ്റീസിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ഒരാൾ ആ ഒളിമ്പിക് ട്രാക്കിലേക്ക് ഓടി വരികയാണ്. ഒളിമ്പിക് ട്രാക്കിലേക്ക് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ അത് ക്രിമിനൽ കേസാണ്. എന്നാലും ഓടി വരികയാണ്. എന്നിട്ട് കയ്യെ പിടിച്ചിട്ട് പറയണം, നീ കയറിപ്പോവും, അങ്ങനെ ഓടണ്ട എന്ന് പറയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ തോളത്തേക്ക് ഡെറിക് റെഡ്മണ്ട് വീഴുന്നു. അത് ഡെറിക്കിന്റെ പിതാവായിരുന്നു. മോനെ, നീ ഇത് ചെയ്യണ്ട. ഇല്ല, എനിക്ക് ഓടണം, എനിക്ക് ഓടി തീർക്കണം. ഇന്ന് ഞാനും ഉണ്ടടാ മോനെ, നമുക്ക് രണ്ടുപേർ കൂടി നടന്നു തീർക്കാം, ഞാനും വരാം. ക്യാമറകൾ മുഴുവനും ഡെറിക് റെഡ്മണ്ടിന്റെയും ആ പിതാവിന്റെയും പുറകെയാണ്. 1ാം സ്ഥാനത്തെത്തിയ ആളേക്കാളേറെ പരിഗണന കിട്ടിയ കഥാപാത്രം. ആ ഗാലറിയിൽ 65,000 കാണികളുണ്ടായിരുന്നു എന്നാണ് കണക്ക്. 65,000 കാണികളും ഒരുപോലെ എഴുന്നേറ്റ് നിന്ന് ദീർഘനേരത്തെ കരഘോഷങ്ങളോടുകൂടി സ്വീകരിച്ച ഒരു പിതാവും മകനും. അത്ഭുതകരമായ വിജയം അവിടെ നേടിയത് 1ാം സ്ഥാനത്തെത്തി ഗോൾഡ് മെഡൽ സമ്പാദിച്ച ആളല്ല, വെള്ളിയും വെങ്കലവും കിട്ടിയവരുമല്ല, ഒരു വേള ഡെറിക് റെഡ്മണ്ടും അല്ല. അവിടെ വിജയിച്ചതാരാ? ഡെറിക് റെഡ്മണ്ടിന്റെ പിതാവാ. നമ്മുടെ മക്കളൊക്കെ എന്തുകൊണ്ട് എന്ന് പോലും നമുക്കറിയില്ലാത്ത, ഒരുപക്ഷെ അവരുടെ നിയന്ത്രണത്തിൽ പോലും പെടാത്ത പല കാരണങ്ങളാൽ പുറകോട്ട് പോകും. കൃത്യമായ സമയത്തുള്ള താങ്ങിയെടുക്കൽ, കൃത്യസമയത്തുള്ള താങ്ങൽ അത്ഭുതം സൃഷ്ടിക്കും. മക്കളിൽ അത്ഭുതം സൃഷ്ടിക്കും. ഇടപെടേണ്ട മേഖലയിൽ കൃത്യമായിട്ട് ഇടപെടാൻ പറ്റണം. മാർക്ക് കുറഞ്ഞു കഴിയുമ്പോഴേക്കും ഉടനെ ദേഷ്യപ്പെടല്ല വേണ്ടത്. എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്നതിനെ പറ്റിയിട്ടൊരു പഠനം നടത്താൻ നിങ്ങൾ തയ്യാറാകണം. ആദ്യം ഒരു ആശ്വാസം കൊടുക്കണം. നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ആരോ പറഞ്ഞു, നിങ്ങളുടെ മകൻ ആ കലിങ്കിൻ്റെ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടു. ഉടനെ ഒരു പത്തലൊക്കെ വെട്ടിയിട്ട് നേരെ ഒരു വടിയൊക്കെ വെട്ടിയിട്ട് വീട്ടിൽ ചെന്നിരിക്കുകയാണ്. ഇവനിക്ക് വരട്ടെ, ഇപ്പം ശരിയാക്കി തരാം. കണ്ടോ, വീട്ടിലെത്തിക്കഴിയുമ്പോഴേക്കും പ്രശ്നങ്ങളുടെ പരമ്പരയാണ്. എങ്ങനെയാണ് മക്കളെ നന്നാക്കിയെടുക്കാൻ പറ്റുക? നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധ്യത ആദ്യം ഒഴിവാക്കിക്കൊണ്ട് മാത്രമാണ് മക്കളൊക്കെ പിഴച്ചു പോയിട്ടുള്ളൂ. എത്ര ദുശ്ചെയ്തികളിലേക്കും അരുതായ്മകളിലേക്കും പോയ മക്കളും ആദ്യം ഒന്ന് നന്നാക്കപ്പെടാൻ പറ്റുന്നൊരു സാധ്യത നിങ്ങൾക്ക് മുന്നിൽ, മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ മുന്നിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റാതെ പോയി. കൃത്യമായ സമയത്തുള്ള താങ്ങിയെടുക്കൽ വേണം. ദുശ്ശീലത്തിൽ പെട്ടുപോയി എന്ന് ആരെങ്കിലും വഴി അറിയുന്ന ഒരു പിതാവ് അവനെ കാത്തിരിക്കുക വീട്ടിൽ.
അവൻ വന്ന് കയറുന്ന വഴിയിൽ തന്നെ നിങ്ങൾ ഇരിപ്പുറപ്പിക്കണം. വീട്ടിൽ തന്നെ. വീട്ടിൽ വന്ന് ഡോർ നോക്ക് ചെയ്തിട്ട് കുട്ടി അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾ അവനെ തന്നെ നോക്കിയിരിക്കുക. അപ്പോൾ കുട്ടി ചിന്തിക്കും, ഇതെന്തപ്പോൾ വാപ്പ എന്നെ ഇങ്ങനെ അങ്ങ് നോക്കുന്നേ എന്ന് ചിന്തിക്കാം. അപ്പോൾ എഴുന്നേറ്റിരിക്കുക, പുഞ്ചിരിക്കുക പോലും ചെയ്യാതെ നേരെ ഗൗരവത്തോടെ അവൻ്റെ മുന്നിൽ നിൽക്കുക. നല്ല ദേഷ്യഭാഗം മുഖത്തുണ്ടാവട്ടെ. എന്നിട്ട് അങ്ങനെ അങ്ങ് നിന്നിട്ട് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ തല താഴും. കുറ്റബോധം കൊണ്ട് തല താഴും. ഞാൻ ഒപ്പിച്ച് എന്തോ വികൃതി ഉപ്പ് അറിഞ്ഞിട്ടുണ്ട് എന്നവന് മനസ്സിലാവും. ആ സമയത്ത് നിങ്ങൾ ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ താടി നേരെ ഒന്ന് ഉയർത്തിയിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് വീണ്ടും നോക്കി അവൻ്റെ തോളത്തേക്ക് ഒന്ന് കൈപിടിച്ചിട്ട് ഒന്ന് ചോദിക്കുക, എന്തു പറ്റിയടാ നിനക്കിത് എന്തു പറ്റി? വികാരപരമായ ആ ഒരു ചോദ്യത്തിൽ സൂര്യതാപമേറ്റ മഞ്ഞുമല പോലെ ഉരുകാത്ത ഒരു മക്കളും ലോകത്തില്ല. ഫസ്റ്റ് ചാൻസ്. ഇങ്ങനെ ഒരു സാധ്യത അവശേഷിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഏതു കുട്ടിയും വഴിതെറ്റിയിട്ടുള്ളൂ. ഇടപെടേണ്ട മേഖല ഏതെന്ന് നമുക്ക് തിരിച്ചറിയപ്പെടാതെ പോയി. താങ്ങിയെടുക്കാൻ പറ്റുന്നിടത്ത് താങ്ങിയെടുക്കണം. അപ്പൊ പൊക്കിക്കൊണ്ടുവരാൻ പറ്റും. പിതാക്കളോടുള്ള എൻ്റെ മൂന്നാമത്തെ മെസ്സേജ് ഇതായിരുന്നു, ഡോണ്ട് മേക്ക് കമ്പാരിസൺസ്. നിങ്ങൾ ഒരിക്കലും താരതമ്യപ്പെടുത്തി സംസാരിക്കരുത് മക്കളെ. ഇനി അങ്ങോട്ട് കുട്ടികൾ നിങ്ങളോടൊപ്പമായിരിക്കട്ടെ, നിങ്ങൾ കുട്ടികളോടൊപ്പവുമായിരിക്കട്ടെ എന്നതിനെ കുറച്ചുകൂടി വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. അത് 10 വയസ്സിന് താഴെയുള്ള മക്കളുടെ ചില വിഷയങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ചോദ്യങ്ങളിലൂടെ ഈ പോയിന്റിലേക്ക് കിടക്കും. ഇതിന് ഈ സ്ലൈഡ് കാണിക്കാൻ കാരണമാകുന്ന ചോദ്യങ്ങൾ വന്നാൽ ഞാൻ അതിലേക്ക് കിടക്കും. അത് 4ാമത്തെ മെസ്സേജാണ്. തൽക്കാലം ഞാനിവിടെ നിർത്താം. ഇനിയോ, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഒരു പിതാവ്, ഒരു ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാരുടെ അവസ്ഥ എന്താണ്? ഒരു ചൈനീസ് പ്രോവർബാണ് ഈ കാണുന്നത്, ഒരു ചൈനീസ് പഴമൊഴി. Somebody brings happiness wherever they go and somebody brings happiness whenever they go. ചില ആളുകൾ എവിടെ ചെന്നാലും സന്തോഷം കൊണ്ടില്ല. ചില ആളുകൾ എവിടെന്നെങ്കിലും പോയി കഴിയുമ്പോൾ സന്തോഷമാവും. ഇതിലേതിലാണ് നമ്മളുള്ളത്? ഞാനെൻ്റെ വീട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ വലിയ സന്തോഷമാണ്. പാപ്പാ എന്ന് പറഞ്ഞ മക്കൾ ഓടി വരികയാണ് എങ്കിലോ വലിയ സന്തോഷമാണ്. ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴേക്കും മക്കളും ഭാര്യയും നാല് വഴിക്ക് ഓടി, 154 പ്രഖ്യാപിച്ച പോലെ 4 വഴിക്ക് ഓടി ഓരോ റൂമിൽ കയറുകയാണ്. ഉപ്പുവനുണ്ട് എല്ലാവരും ഓടുകയാണ്. ഈ അവസ്ഥ എന്താ? ഇതിലേതിലാണ് ഞാനുള്ളത്? ഞാനും നിങ്ങളും ചിന്തിക്കണം. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മക്കൾക്ക് വലിയ സന്തോഷമാണ്. വാപ്പാ എന്ന് പറഞ്ഞ് ഓടി വരാൻ പറ്റുന്നുണ്ടോ? ആശയവിനിമയം കൃത്യമായി വീട്ടിൽ നടക്കുന്നുണ്ടോ? ശാസ്ത്രം പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ചുരുങ്ങിയത് 20 മിനിറ്റ് ഗോൾഡൻ ടൈം എന്ന ടൈം ഉണ്ടാവണം. സുവർണ സമയം, ഗോൾഡൻ ടൈം 20 മിനിറ്റ്. അതെന്താ? നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്ന സമയം. ഉപ്പയും മക്കളും ഭാര്യയും വല്ലുപ്പയും വല്ലുമ്മയും എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്ന 20 മിനിറ്റ് വേണം. അതിന് പറ്റുന്ന ഏറ്റവും നല്ല സമയം രാത്രിയിലെ ഭക്ഷണ സമയമാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് മക്കൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കുട്ടി ശരിക്കും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ, കറി കെട്ട് കഴിക്കുന്നുണ്ടോ, അതോ ഭക്ഷണത്തിന് മുന്നിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കുഴച്ചു വെച്ചിരിക്കുകയാണോ? മാനസിക പ്രയാസം ഉണ്ടെങ്കിൽ ഭക്ഷണം ഇറങ്ങില്ല. മനസ്സ് സന്തോഷത്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രുചിയുള്ള ഭക്ഷണവും ഇറങ്ങില്ല. ഇതൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടെത്താൻ പറ്റാവുന്ന ഒരു സാധ്യതയാണ്. ചെറുപ്പത്തിലേ ശീലിച്ചാലാണ് മാറ്റം പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. നോർമലിൽ നിന്നുള്ള ഡീവിയേഷൻ ആണല്ലോ പ്രശ്നം. ഈ നോർമൽ എന്താണെന്ന് ആദ്യം അറിയണം. അത് ചെറുപ്പത്തിലേ ശീലിക്കണം. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എൻ്റെ കുട്ടി ഇടപെടുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും. 10 വയസ്സുള്ള കുട്ടി, അവൻ ആകെ ടെൻഷൻ അടിച്ച് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ചർച്ചകളിൽ ഇടപെടുന്നില്ല, ഇട്ടുകൊടുക്കുന്നൊന്നും കഴിക്കുന്നില്ല. ഇങ്ങോട്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി തന്നിരുന്ന കുട്ടിയാണ്. ഇവ വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. അവൻ എന്തോ പറ്റിയിട്ടുണ്ട് മനസ്സിലാക്കാം. അപ്പൊ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നാട്ടുകാർ പറഞ്ഞ് അറിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സൂചനയും ഏതു കുട്ടിയും കുടുംബത്തിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. അത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന 20 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് വീട്ടിലുണ്ടാകണം. ഉപ്പ പ്രവാസിയാണെങ്കിൽ ഉമ്മ ചെയ്യണം ഈ പണി. ഉപ്പ നാട്ടിലില്ലെങ്കിൽ ഉമ്മ കുട്ടികളെ ഒന്നിച്ചിരുത്തണം. ഉമ്മ അടുക്കളയിൽ നിന്ന് കഴിക്കും. മൂത്ത മോള് ഭക്ഷണം കെടുത്ത് നേരെ അവളുടെ റൂമിൽ പോയിരുന്ന് കഴിക്കും. ഇളയ കുട്ടിക്ക് കുറെ അവിടെ അത് കഴിഞ്ഞിട്ട് വാരി കൊടുത്ത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവും. വല്ലുപ്പയും വല്ലുമ്മക്കളുടെ ഭക്ഷണം നേരെ അവരുടെ റൂമിലേക്ക് എത്തിക്കും. ഇതിങ്ങനെ ഒരുമാതിരി എന്താണ് വല്ലാത്ത അകൽച്ചയും അതിർത്തികളും കുടുംബത്തിൽ വന്നുപോയി.
അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ തന്നെ ഉള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ആ കുടുംബത്തിൽ തന്നെയുള്ള മറ്റുള്ളവർക്ക് മാനസിക സന്തോഷമാണ്. അവസ്ഥയിലല്ലേ ഇന്നത്തെ കുടുംബ ബന്ധങ്ങൾ? ആ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഇത്തരം ടെക്നിക്കുകളുണ്ട്, അതൊക്കെ ഉപയോഗിക്കണം. മക്കളുമായുള്ള ഇടപെടലിൽ മതം പഠിപ്പിക്കുന്ന മഹാനായ ഹിജ്ജത്തുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അഹ്മദ് ദൂസി അബി ഹാമിദ് അൽ ഗസാലി, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു, 7 വർഷം നിനക്ക് നിന്റെ സന്താനം പൊൻപുഷ്പമായിരിക്കണം. ഗോൾഡൻ ഫ്ലവർ, സ്വർണം കൊണ്ടുള്ള പൂവ്, അതിൻ്റെ ഇതളൊക്കെ സ്വർണ്ണമാണ്. ഓരോ ഇതളും പൊഴിഞ്ഞു പോകുന്നതിനെ എത്രയോ സൂക്ഷിക്കും നമ്മൾ, അതുപോലെ കൊണ്ടു നടക്കണം 7 വർഷം. പിന്നത്തെ 7 വർഷം അവൻ നിന്റെ ദാസനായിരിക്കണം, സേവകനായിരിക്കണം. കുട്ടിയെ കൊണ്ട് ഓരോന്ന് പറഞ്ഞ് ചെയ്യിക്കണം. മോനെ വാപ്പാടെ ഷർട്ട് ഒന്ന് അയൺ ചെയ്യാനായിട്ട് ഉമ്മ കൊണ്ട് കൊടുക്കുക, ഷർട്ട് എടുത്ത് കൊടുക്കുക, കുട്ടിയെ കൊണ്ട് ഉമ്മ കൊടുത്തിട്ട് അയൺ ചെയ്യിച്ചിട്ട് വരും അല്ലേ. വെള്ളം ചോദിക്കുക, റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കണം. 14 വയസ്സ് വരെയും, 7 മുതൽ 14 വരെ. 14 വയസ്സെത്തിയാൽ കുട്ടികളോട് സുഹൃത്തിനെ പോലെ പെരുമാറണം. അഭിപ്രായങ്ങൾ ചോദിക്കണം. മോനെ, നമുക്ക് നാളെ ഇന്ന സ്ഥലത്ത് യാത്ര ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെ പോകണ്ടേ? കാറെടുത്ത് പോകണോ, ട്രെയിന് പോകണോ, ബസ്സിന് പോകണോ? പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ എവിടെ നിർത്തേണ്ടത്? എപ്പോഴാണ് നമുക്ക് തിരിച്ചു വരാൻ പറ്റും? എന്താ എൻ്റെ അഭിപ്രായം? എവിടെ നമ്മൾ പോകേണ്ടത്? ഇതൊക്കെ ഒരു 14 വയസ്സ് മുതൽ കുട്ടിയോട് ചോദിക്കണം, അഭിപ്രായങ്ങൾ എടുക്കണം. അങ്ങനെയുള്ള കുട്ടികൾ ഭാവിയിൽ ലീഡേഴ്സ്, നേതാക്കന്മാരായി മാറും. ഗ്രേറ്റ് ലീഡേഴ്സായി മാറാനുള്ള സാധ്യത അവർക്ക് കൂടുതലാണ്. ചിന്തിപ്പിക്കുകയാണ് നിങ്ങൾ കുട്ടിയെ കൊണ്ട്. 14 വയസ്സുകാരനും ഉമ്മ വാരി കൊടുക്കേണ്ട കാലമാണത് അല്ലേ? ഭക്ഷണം വാരി കൊടുക്കല്ലേ 14 വയസ്സുകാരനും? ചിന്തിച്ചു നോക്കുക. അപ്പൊ കുട്ടികളെ ഇൻഡിപെൻഡൻ്റായ ചിന്താഗതികൾ, സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനും സ്വന്തം കാര്യത്തെപ്പറ്റി സ്വന്തം ഒന്ന് ചിന്തിച്ചൊരു തീരുമാനമെടുക്കാനും പറ്റുന്ന മാനസിക വ്യക്തിത്വത്തിലേക്ക് എത്തിക്കേണ്ടത് 14 വയസ്സ് മുതലാണ്. ഇന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇത് എന്താ പരിഹാരം? നീ ഒന്ന് പറഞ്ഞ എന്താ പരിഹാരം മോനെ? അവനെ കൊണ്ട് പറയിക്കണം. 14 വയസ്സ് മുതൽ അഭിപ്രായങ്ങൾ ചോദിക്കണം. 14 വയസ്സെത്തിയിട്ടും ഇത്തരത്തിലുള്ള നല്ല ബന്ധങ്ങൾ കുട്ടികളുമായി ഇല്ലെങ്കിൽ അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉള്ള മെസ്സേജസ് ആണ് ഞാനിപ്പോൾ തന്നിട്ടുള്ളത്. ഉമ്മാക്ക് 1, ഉപ്പാക്ക് 5 അല്ലേ? ഇത്തരം മെസ്സേജസ് ഇത് രണ്ടും എടുത്ത് പരിശോധിച്ചാൽ രണ്ടുപേരുടെയും കൂടിയുള്ള സഹവർത്തിത്വത്തിലൂടെയാണ് നല്ലൊരു കുടുംബം, ശക്തമത്തായ ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ നല്ലൊരു പങ്കും ഉമ്മാക്കാണ്, മാതാവിനാണ്. ബാക്കിയുള്ള വിഷയങ്ങളിൽ പിതാവിന് പങ്കുണ്ട്. പക്ഷെ പിതാവിൻ്റെ ആ പങ്കിനെ വ്യക്തമായി ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ കാലുപോയ കസേര പോലെയാണ്. ഒരു കസേരക്ക് 4 കാലുണ്ടാകും. 4 കാലും ഉണ്ടെങ്കിൽ കസേര സ്റ്റേബിൾ ആണ്. ഒരു കാലില്ലെങ്കിലോ കസേര അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അതിന്റെ മുകളിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് മാത്രം അല്ലേ? അപ്പോൾ കസേരയായി തന്നെ ഉണ്ടാകും, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഉപ്പ ഇല്ലെങ്കിലും മക്കള് ഉമ്മയുടെ തണലിൽ ജീവിക്കും. ഉമ്മയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ബഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തോട് കേസ് കൊടുക്കട്ടെ. ബഹു നമ്മുടെ മക്കളെ അത്തരവസ്ഥയിലെത്തോട്ട് കാക്കട്ടെ. വലിയ ഗൗരവമാണ്. ഉമ്മ തന്നെയാണ്. ആ വലിയ പ്രാധാന്യം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ മതം പഠിപ്പിച്ചില്ലേ, ഉമ്മാക്ക് ഉപ്പയേക്കാൾ വലിയ സ്ഥാനമാണ്. കുട്ടികളോട് മക്കളോട് മതം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഉമ്മ വിളിച്ചാൽ ആദ്യത്തെ വിളിക്ക് ഉത്തരം കൊടുക്കണം. ഉമ്മ വിളിച്ചാൽ ആദ്യം മറുപടി കൊടുക്കണം. ഉപ്പ വിളിച്ച 4ാമത്തെ വിളിയിലേക്ക് പിന്തിച്ചു എന്ന് കരുതിയിട്ട് തെറ്റൊന്നുമില്ല. എണ്ണം പിടിക്കരുതെന്ന് മാത്രം. ഉപ്പ വിളിച്ച് മോനെ എന്ന് വിളിച്ചപ്പോഴേക്കും 1, 2, 3 ഇങ്ങനെ എണ്ണം പിടിച്ചിട്ട് 4ാമത്തെ ഉപ്പാന്റെ വിളിക്കാൻ മറുപടി കൊടുക്കുള്ളൂ എന്ന് ചിന്തിക്കാണ്ടിരുന്നാൽ മതി. അത്ര വലിയ പ്രാധാന്യമാണ് ഉമ്മാക്ക് കൊടുത്തത്. ഉപ്പാക്കില്ലാത്ത പ്രത്യേകതകൾ ഉമ്മാക്കുണ്ട്. ആ സ്ഥാനം മനസ്സിലാക്കിയിട്ട് വ്യക്തിത്വ രൂപീകരണത്തിൽ കൂടിയുള്ള എൻ്റെ പങ്ക് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ഓരോ ഉമ്മാക്കും സാധിക്കണം, ഓരോ മാതാവിനും സാധിക്കണം. സ്ത്രീത്വത്തിന്റെ സാഫല്യമാകുന്ന മാതൃത്വം നുണഞ്ഞ സഹോദരിമാരി സദസ്സിലുണ്ട്. ആ മക്കളുള്ള ആ മാതാപിതാക്കളിൽ മാതാക്കളോടാണ് ഏറ്റവും ഗൗരവത്തോടുകൂടി 99% കുട്ടിയുടെ വ്യക്തിത്വത്തിൽ പങ്കുവഹിക്കുന്ന ഉമ്മാക്കുള്ള എൻ്റെ നസീഹത്ത്. ബാക്കി 1% അത് കസേരയുടെ ഒരു കാല് പോലെയാണ്. അതില്ലെങ്കിൽ വാപ്പ ആ സ്ഥാനം വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇരിക്കാൻ സാധ്യമാകാത്ത വെറും ഒരു ഷോഫിനുള്ള ഒരു ഉപകരണം മാത്രമായിക്കൊണ്ട് കസേര മാറും എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയണം. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സന്തുഷ്ട കുടുംബം, സ്വാലിഹായ സന്താനങ്ങൾ, ആ ടെക്നിക്സിൽപ്പെട്ട 5+1 6 ടെക്നിക്സ് സോഫ്റ്റ്വെയർസ് ഞാനിപ്പോൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം. 1:40 ഒരു 10 മിനിറ്റ് അല്ലേ, ഒരു 1:50 1:55 നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഗുണപ്പെടുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പഠന പ്രശ്നങ്ങൾ, ശാരീരിക വിഷയങ്ങൾ,
ഓർമ്മക്കുറവ്, പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികളുടെ ദുശ്ശീലങ്ങൾ, ദുർവാശി എന്നിങ്ങനെ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എന്തും ചോദിക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ചോദിക്കണം. നിങ്ങൾ പ്രിപ്പയർഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്ന് ചോദിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറുപടികൾ ഞാൻ തരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ ഓഫീസിൽ വന്നിട്ട് കൺസൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫീസ് തരേണ്ടി വരും. ഓരോരുത്തരും ഫീസ് തരേണ്ടി വരും. ചാൻസ് ഉപയോഗിക്കുക, പരമാവധി ഉപയോഗിക്കുക. അത്തരം ഉപദേശങ്ങളും നസീഹത്തും ടെക്നിക്കും മാത്രം മതി ഒരുപക്ഷെ നല്ലൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ എന്നും പ്രത്യേകം ഉണർത്തുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കാതോർക്കുന്നു. സാറ് പരാമർശിക്കാത്തൊരു വിഷയമാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ കുട്ടികളെ കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പഠന വൈകല്യം. അതിന് നമ്മൾ എങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കാം? സാറെ പരാമർശിച്ച് കണ്ടില്ല. അപ്പോൾ അത് നമുക്ക് എന്താണ് അതിൻ്റെ സാറിൻ്റെ ഒരു വിശദീകരണം കിട്ടിയാൽ തിരക്കേടില്ല. പഠന വൈകല്യം, ലേണിംഗ് ഡിസബിലിറ്റി എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. പഠന വൈകല്യം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ പഠനത്തിൽ മാത്രമുള്ള വൈകല്യമാണത്. പഠന വിഷയങ്ങളിൽ വൈകല്യമുള്ള ഒരു കുട്ടി മൊത്തത്തിൽ വൈകല്യമുള്ളവനാണ് എന്നൊരിക്കലും അർത്ഥമില്ല. മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിരിക്കും. നിങ്ങളൊരു ഇലക്ട്രോണിക് സാധനം അവൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രോണിക് കാറ് കൊടുത്താൽ ആ കാറിനെ അവൻ ജീപ്പാക്കി തരും. മനസ്സിലാകുന്നുണ്ടോ? അത്ര ടെക്നിക്കാലിറ്റി അവനുണ്ടാകും. അത് അഴിച്ചു പറിച്ച് എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ വേറെ രൂപത്തിലേക്ക് നേരെ ഓടുന്ന കാറിനെ തലകുത്തി ഓടുന്ന അവസ്ഥയിലേക്ക് ആക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്. ആശയവിനിമയ ശേഷി നല്ല കഴിവുള്ളവരുണ്ട്. പക്ഷെ പഠനത്തിന്റെ വിഷയത്തിൽ മാത്രം പുറകിലാണ്. അത് പലതരത്തിലാണ്. അഗ്രാഫിയ, ഡിസ്ലെക്സിയ എന്നിങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടാറുണ്ട്. വായിക്കാനുള്ള കഴിവ് കുറവ്, എഴുതാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ എന്നിങ്ങനെ ഓരോ വിഷയത്തിലും സ്പെല്ലിങ്ങുകൾ മാറിപ്പോകുന്ന വിഷയം എന്നിങ്ങനെ പലതരത്തിലും കുട്ടികൾക്ക് ചില വൈകല്യങ്ങൾ കാണാറുണ്ട്. പ്രധാനമായും അത്തരം കേസുകൾ വരുമ്പോൾ ഞങ്ങൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ, പുറകോട്ടുള്ള ചരിത്രം നോക്കുമ്പോൾ, ഒന്ന് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് മാതാവ് സന്തോഷത്തിലായിരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, സമാധാനം ഉണ്ടാകണം, സ്ട്രെസ് ഫ്രീ ലൈഫായിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള സമാശ്വാസമുള്ള സന്തോഷമുള്ള ഒരു സാഹചര്യത്തിൽ ഉള്ള ഒരു സ്ത്രീക്ക് ആരോഗ്യപരവും അഥവാ ശാരീരികമായും മാനസികമായും ആരോഗ്യപരമായ അവസ്ഥയിലുള്ള കുട്ടി ജനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ചില സാമൂഹിക സാഹചര്യങ്ങളിൽ ചില സ്ത്രീകൾക്ക് പ്രഗ്നൻസി ടൈമിൽ ആദ്യത്തെ 3 മാസം ഓരോ അവയവവും ഉണ്ടാകുന്ന സമയം, ദ പീരീഡ് ഓഫ് ഓർഗനോജനസിസ്, അവയവങ്ങളുടെ രൂപീകരണ കാലഘട്ടം, ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ് കുട്ടികളിൽ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതിലേറ്റവും കുറഞ്ഞ വൈകല്യമാണ് ഈ പഠന വൈകല്യം. അതിന് മുകളിൽ ശാരീരിക വൈകല്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ചരിത്രങ്ങൾ കാണാറുണ്ട്. കാര്യമായ സ്ട്രെസ് ആദ്യത്തെ 3 മാസം അബോർഷനിലേക്ക് പോലും എത്തിക്കും എന്ന് ശാസ്ത്രം. ചിന്തിച്ചു, മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം കൊണ്ട് കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നാണ് ഈ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മാതാവിന്റെ ചിന്തകൾ പോലും കുട്ടിയിലേക്ക് അങ്കുരിക്കുന്നുണ്ട്. എത്രത്തോളം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കേണ്ട സമയമാണത്. ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദന മതം പഠിപ്പിച്ചു മരണവേദന, ശാസ്ത്രം പഠിപ്പിച്ചു പ്രസവ വേദന, മതം വീണ്ടും പഠിപ്പിച്ചു ഏറ്റവും വലിയ വേദനയാണ് മരണവേദന, അതിന്റെ തൊട്ടടിയിലുള്ള വേദനയാണ് പ്രസവ വേദന. കണ്ടോ, രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇത് തമ്മിലുള്ള അകലത്തെ വീണ്ടും മതം പഠിപ്പിച്ചു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം 40ലാണ്. 40 മരണവേദനയുടെ 40-1 പ്രസവ വേദന. അപ്പൊ മരണവേദന എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചുരുക്കം പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു സ്ത്രീക്ക് സ്വാഭാവികമായും ചില ടെൻഷൻസ് ഉണ്ടാവാറുണ്ട്. അത്തരം ടെൻഷൻസ് അതിനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്ന സാഹചര്യം വരുന്ന ആളുകളുടെ മക്കളിൽ പഠന വൈകല്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അയൽവക്ക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ, ഈ ടെൻഷൻസ് കൂടുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും. പിന്നെ ഡെലിവറി സമയത്തുണ്ടാകാൻ സാധ്യതയുള്ള ചില കോംപ്ലിക്കേഷൻസ് വളരെ നോർമലായിട്ട് പോകുന്നതാണ്. പക്ഷെ ഡെലിവറി ടൈമിൽ കുട്ടി പുറത്തേക്ക് വരുന്നിടത്ത് ചില ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു. ഫോർസെപ്സ് ഉപയോഗിച്ച് വലിച്ചെടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ വാക്യൂം പമ്പ് ഉപയോഗിച്ച് വലിച്ചെടുക്കേണ്ടി വന്നു എന്നിങ്ങനെയുള്ള ചില മോഡേൺ എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടിയിട്ട് വാക്യൂം ഡെലിവറി, പമ്പ് ഡെലിവറി, ഇതൊക്കെ ചെയ്യേണ്ട, ഫോർസെപ്സ് ഡെലിവറി ഒക്കെ ചെയ്യേണ്ട കേസുകളിൽ ശാരീരികമായി ചെറിയ സ്ട്രെസ്സൊക്കെ, ഒരു പ്രഷറൊക്കെ ബ്രെയിനിന് വരാറുണ്ട്. നല്ലൊരു ശതമാനം കേസ് നോർമലായിട്ട് വരുമെങ്കിലും ചില കേസുകളിൽ അങ്ങനെയുള്ള ചില പുറത്തുനിന്നുള്ള ടെക്നിക്കുകളുടെ പാർശ്വഫലമായിട്ടും പഠന വൈകല്യങ്ങൾ കാണാറുണ്ട്, ശാരീരിക വൈകല്യങ്ങളും കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ പല പല കാരണങ്ങളാണ്. പഠന വൈകല്യം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നത് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും അതേ സംബന്ധിച്ച് പറയാനുണ്ട്. ചുരുക്കം പറഞ്ഞാൽ, ഒരു കുട്ടിക്ക് പഠന വൈകല്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ്?
ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. അത് കുട്ടി പഠിക്കാൻ തുടങ്ങുമ്പോഴാണ്. പഠിക്കാൻ വേണ്ടി കുട്ടിയെ അംഗൻവാടിയിലോ പ്ലേ സ്കൂളിലോ കൊണ്ടുവന്നാക്കി കഴിയുമ്പോൾ കുട്ടിക്ക് എഴുതാൻ കൊടുത്തു കഴിഞ്ഞാൽ എഴുതുന്ന അക്ഷരങ്ങൾ, പ്രത്യേകിച്ചും ABCD ഒക്കെ ആണല്ലോ എഴുതി പഠിപ്പിക്കുന്നത് സ്കൂളുകളിലൊക്കെ, അതിൽ എഴുത്ത് പഠിപ്പിച്ച കുട്ടി LKG UKG എത്തുമ്പോഴേക്കും B എഴുതുന്നിടത്ത് അറിയേണ്ടത് D ആയിപ്പോവും, P എഴുതുന്നത് Q ആയിപ്പോവും, 9 എഴുതാൻ പറഞ്ഞാൽ P എഴുതും എന്നിങ്ങനെ എപ്പോഴും 1-2 തവണയൊക്കെ ഇത് കണ്ടെന്ന് എഴുതിയിട്ട് പ്രശ്നമില്ല. സ്ഥിരമായി ഈ കുട്ടിക്ക് സൈഡ് മാറിപ്പോകുന്ന സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള പഠന വൈകല്യത്തിന്റെ ലക്ഷണമാണ്. സംസാരിക്കാൻ വൈകുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു വൈകല്യത്തിന്റെ ലക്ഷണമാണ്. പഠനവുമായി ബന്ധപ്പെട്ടും വാക്കുകൾ കൂട്ടി വായിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. ബാക്കിയെല്ലാം പഠിക്കുന്നുണ്ട്, എഴുതിയിരിക്കുന്നത് നോക്കി വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് പഠന വൈകല്യത്തിന്റെ മറ്റൊരു ഭാഗമാണ്. അതിങ്ങനെ പലതരത്തിലാണ് അതിനെ തിരിക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പഠന വൈകല്യത്തിന് എന്താ ചെയ്യാൻ പറ്റുക? പഠന വൈകല്യത്തിന് സ്പെഷ്യൽ ട്രെയിനിങ് വേണം. അതിന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റിന് വേണ്ടി മാത്രമായി നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണം. എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഞങ്ങൾ സാധാരണ കൊടുക്കുന്നത് ഒരു പാത്രത്തിൽ, ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് ചെറുപയറും കുറച്ച് അരിമണിയും ഇട്ടിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് 2 പാത്രങ്ങൾ അടുത്തടുത്ത് വെച്ചിട്ട് കുട്ടിയെ കൊണ്ട് വിരലുകൾ കൊണ്ട് എന്ത് ചെയ്യണം? അരിമണി എടുക്കുക, ഒരു പാത്രത്തിലിടുക, ചെറുപയർ എടുക്കുക, അടുത്ത പാത്രത്തിലിടുക. ഇതിങ്ങനെ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ കൈക്ക് നല്ല വഴക്കം കിട്ടും, എഴുതാനുള്ള കഴിവ് കുട്ടിക്ക് നന്നായിട്ട് കിട്ടും. അതല്ലെങ്കിലും കുട്ടിയെ കൊണ്ട് ചെയ്യിക്കാം, നല്ല കാര്യമാണ്. കുട്ടികൾക്ക് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ ചെറുപ്പത്തിൽ ശീലിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ്. പഠന വൈകല്യത്തിൽ എഴുത്തിന് ഡിസ്ഗ്രാഫിയ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഞങ്ങളത് ട്രെയിനിങ് ചെയ്യിക്കാറുണ്ട്. വാക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് സ്പീച്ച് തെറാപ്പി ഉണ്ട്. എന്നിങ്ങനെ ഏതൊക്കെയാണ് പഠന വൈകല്യങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട റെമഡിയേഷൻ ട്രീറ്റ്മെന്റ് കൊടുത്താൽ നല്ലൊരു ശതമാനം മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെ കണ്ടെത്തേണ്ടത് 8 വയസ്സിനുള്ളിലാണ്. കേൾവി, കാഴ്ച, സംസാരം, ഇതും 8 വയസ്സിനുള്ളിൽ സ്കൂളിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ സൂചന കിട്ടുന്നത്. എല്ലാ സ്കൂളുകളിലും കുട്ടികളെ ബെഞ്ച് ഓരോ ആഴ്ചയിലും മാറ്റിയിരുത്തണം എന്ന നിബന്ധനയുണ്ട്. ആദ്യത്തെ ആഴ്ചയിൽ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടി 2ാമത്തെ ആഴ്ചയിൽ 2ാമത്തെ ബെഞ്ചിലേക്ക്, ആ കുട്ടികൾ മുഴുവനും 2ാം ബെഞ്ചിലേക്ക് മാറും, പിന്നെ 3ലേക്ക് മാറും, പിന്നെ 4ലേക്ക് മാറും. അങ്ങനെ ഓരോ ബെഞ്ചുകൾ മാറ്റിയിരുത്തുമ്പോഴാണ് കുട്ടികളുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട, കേൾവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അധ്യാപകർക്ക് മനസ്സിലാവുക. അതിനൊക്കെ അധ്യാപകർക്ക് സൈക്കോളജി ക്ലാസുകൾ എടുക്കുന്ന കൂട്ടത്തിൽ അത്തരം ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്. ഒരു കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നത് അധ്യാപകന്റെ കഴിവിൽപ്പെട്ടതാണ്. അധ്യാപകന്റെ കഴിവാണ് പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത്. 8 വയസ്സിനുള്ളിൽ റെമഡിയേഷൻ കൊടുക്കണം. മാക്സിമം 12 വയസ്സിനുള്ളിൽ കൊടുക്കണം. 12 വയസ്സിന് ശേഷം ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പഠന വൈകല്യത്തിൽ പിന്നെ കുട്ടിയുടെ ബുദ്ധി വളർച്ചയിൽ ഇന്റലിജൻസ് കോഷ്യന്റ് IQ എന്നറിയപ്പെടുന്ന ഒന്നുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. 100% ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് നിലവിൽ അടിത്തറ വെച്ചുകൊണ്ട് നമുക്ക് റെഫറൻസ് ലൈൻ ആക്കിക്കൊണ്ട് അതിനെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ 100% അത് ശാസ്ത്രീയമല്ല എന്ന അഭിപ്രായവും സൈക്കോളജിസ്റ്റുകൾക്കിടയിൽ ഉണ്ട്. ഇന്റലിജൻസ് കോഷ്യന്റ്, ബുദ്ധിയുടെ നിലവാരം, അത് അളക്കാൻ പറ്റുന്ന ടെക്നിക്സും ടെസ്റ്റുകളും കിറ്റും ടൂളും ഒക്കെ ലാബുകളിൽ ലഭ്യമാണ്. അങ്ങനെ കുട്ടിക്ക് എത്രയാണ് അവൻ്റെ മാനസിക വയസ്സ്, എത്രയാണ് അവൻ്റെ ശാരീരിക വയസ്സ്, അത് കണക്കാക്കുന്നു. 10 വയസ്സ് ശാരീരിക പ്രായമുള്ള ഒരു കുട്ടിക്ക് മാനസിക പ്രായം 8 വയസ്സോ 7 വയസ്സോ ഉള്ളൂ എങ്കിൽ അവൻ്റെ IQ കുറവാണ്. 10 വയസ്സുള്ള കുട്ടിക്ക് മിനിമം 10 വയസ്സിൻ്റെ മാനസിക പ്രായം വേണം, അത് നോർമലാണ്. 10 വയസ്സുള്ള കുട്ടിക്ക് ചിലപ്പോൾ 12 വയസ്സിൻ്റെ മാനസിക പക്വത കാണാറുണ്ട്, അത് നല്ല സൂപ്പർ IQ ഉള്ള കുട്ടിയാണ് എന്നിങ്ങനെയൊക്കെ തരംതിരിക്കാറുണ്ട്. ഇതാണ് പഠന വൈകല്യത്തെ സംബന്ധിക്കുന്ന തരംതിരിവുകളും പ്രശ്നങ്ങളും കാരണങ്ങളും പരിഹാരങ്ങളും. ക്ലിയർ ആണോ? അല്ല, അത് റെമഡിയേഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കലേ മാർഗമുള്ളൂ. അല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി 90% നമ്മുടെ നിയന്ത്രണത്തിൽപ്പെടുത്താൻ പറ്റും. ഗർഭസ്ഥ കാലഘട്ടങ്ങളിൽ ടെൻഷൻ ഫ്രീ ആവുക, സന്തോഷമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ഗീബത്തും നമീമത്തൊക്കെ പറയുന്നത് പോയി ഇരിക്കാണ്ടിരിക്കുക, TV പോലെയുള്ള സാധനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുക, മനസ്സെപ്പോഴും സന്തുഷ്ടമായിരിക്കുക, നല്ല പോഷകാംശ ആഹാരമൊക്കെ കഴിക്കുക, ഭർത്താവ് നല്ല സഹകരണത്തോടു കൂടിയിട്ട് ഭാര്യയോട് പെരുമാറുക. ഭർത്താവിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടേണ്ട സമയമാണ് ഗർഭസ്ഥ കാലഘട്ടം. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല മാനസിക ശാരീരിക ആരോഗ്യമുള്ള കുട്ടിയെ നമുക്ക് കിട്ടും. കുട്ടികൾ മറവി സ്വഭാവം, അത് മറവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യം അല്ലെങ്കിൽ വാല്യുബിൾ ആയൊരു സാധനം ആ കുട്ടി വളരെ തൃപ്തിയോടുകൂടി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു സാധനം, അതൊരു പക്ഷേ അപ്പുറം എവിടെ വെച്ച് മറന്നുപോയാൽ പിന്നെ അത് ഓർക്കണില്ല, പിന്നെ അതിൽ ഓർമ്മയിൽ വരണില്ല, പിന്നെ ആ സാധനം ചിന്തിക്കണില്ല, ആ സാധനം നഷ്ടപ്പെട്ടെന്ന് ആ കുട്ടി ചിന്തിക്കണില്ല. അതെന്തോ ആ കുട്ടി അത് എന്ത് പറയാനുള്ള കുട്ടിയാ? ഒരു 10-12 വയസ്സ്. മറവിയെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് എനിക്ക് അത് വീണ്ടും അതിനെ കാറ്റഗറൈസ് ചെയ്യണം, തരംതിരിക്കണം. മറവി 3 തരത്തിൽ തിരിക്കാം. 1 ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ മറവി, 2 മധ്യവയസ്കരിലുള്ള മറവി, 3 പ്രായാധിക്യത്തിൽ എത്തുമ്പോഴുള്ള മറവി. ഇതിന് 3ആയി ഞാൻ തരംതിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞാൽ,
മധ്യവയസ്കരിൽ ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലും ഏകദേശം ഒരു 25 വയസ്സ് മുതൽ 40-45 വയസ്സ് വരെയുമുള്ള ആളുകളിൽ ഉണ്ടാകുന്ന മറവിയുടെ പ്രധാനപ്പെട്ട കാരണമായിക്കൊണ്ട് ശാസ്ത്രം പറയുന്നു അത് അനിയന്ത്രിതമായ മൊബൈൽ ഫോണിന്റെ ഉപയോഗമാണ്. മൊബൈൽ ചെവിയിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ റേഡിയേഷൻസ് ബ്രെയിനിലുള്ള വാട്ടർ കണ്ടന്റിനെ കുറയ്ക്കുന്നു എന്ന് 100% സ്ഥിരീകരിക്കാത്തതാണ് എങ്കിൽ പോലും അഭിപ്രായമുണ്ട്. വാട്ടർ കൂടുതൽ സമയം ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ റേഡിയേഷൻസ് ബ്രെയിൻ വാട്ടർ കണ്ടന്റിനെ കുറയ്ക്കുന്നുണ്ട്. നമ്മുടെ ശരീരം വെള്ളം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 60% മുകളിൽ വെള്ളമാണ്. ബോഡി ഈസ് മേഡ് ഓഫ് വാട്ടർ. ഈ വെള്ളം ബ്രെയിനിലും ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈഡിൽ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ബ്രെയിനിലെ വെള്ളത്തിന്റെ അംശം കുറയുന്നു. അത് മറവിക്ക് കാരണമാകുന്നു. ആ മറവി എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേര് മറക്കും. കടയിൽ പോയിരുന്നിട്ട് ചായക്കടയിൽ പോയിരുന്നിട്ട് ഹോട്ടലിൽ പോയിരുന്നിട്ട് ചായ പറയും. ചായ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഈ ചില്ലിട്ടിരിക്കുന്ന ഹോട്ടൽ മറ്റേ ഷെൽഫിൽ അതിലൊരുപാട് സാധനം ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ വടക്കോട്ട് വരുമ്പോഴേ കാണുക. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും കിട്ടൂല. ഇത് ഇപ്പോൾ ഇവിടേക്കൊക്കെ കിട്ടുന്ന പോലെ എന്താ പറയുക, ഓരോ സാധനം കേക്ക്, പരിപ്പ് വട, ഉഴുന്ന് വട, അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ ചില്ലുണ്ടല്ലോ, വളരെ മനോഹരമായ പാരമ്പര്യ മന്തി ഉറങ്ങുന്ന അത്തരം ഷെൽഫുകൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും സാധനം ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന സാധനമാണ് നിങ്ങൾ പറയും. പേര് പറയാൻ കിട്ടൂല. ഇതാണ് അല്ലല്ല അപ്പുറത്തുള്ളത്, ഇതാണ് അതിനിപ്പുറത്തുള്ളത്. സംഭവം വല്ല ഉണ്ടംപോരിയായിരിക്കും. സംഭവം വല്ല ഉണ്ടംപോരിയായിരിക്കും. പേര് കിട്ടൂല. നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേര് മറന്നു പോകും. എങ്ങനെയാ ഒന്ന് ചിന്തിച്ചു നോക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും താക്കോൽ അന്വേഷിക്കാൻ, ഇതെവിടെ, ഏത് താക്കോൽ എന്ന പേര് പറയാൻ കിട്ടുന്നില്ല. താക്കോൽ എന്ന് പറയാൻ അപ്പൊ കിട്ടുന്നില്ല. ഇത് ഇത് കാറിന്റെ താക്കോലാണ്. താക്കോൽ അത് തന്നെ. അപ്പൊ പെട്ടെന്ന് ഉണ്ടാകുന്ന, എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ക്ലിയർ ആകുന്ന ഇത്തരം മറവികൾക്ക് പ്രധാനപ്പെട്ട കാരണം മൊബൈൽ ഫോണിന്റെ ഉപയോഗമാണ്. പിന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് മറവി സംഭവിക്കാറുണ്ട് വിദ്യാർത്ഥികളിൽ. പ്രായാധിക്യം കൊണ്ടുള്ള മറവി അറിയാം. അത് ഏജ് റിലേറ്റഡ് അട്രോഫിക് ചേഞ്ചസ് എന്ന് സയൻസ് വിളിക്കുന്നു. ബ്രെയിൻ അല്പം ചുരുങ്ങാറുണ്ട് പ്രായമെത്തുമ്പോൾ. ഒരു 60 വയസ്സ് 65 വയസ്സിലൊക്കെ ബ്രെയിൻ ചുരുങ്ങും. പക്ഷെ ആ സമയത്തും നിങ്ങളുടെ തലച്ചോറ് ആക്റ്റീവ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബ്രെയിൻ ചുരുങ്ങൽ ഏറ്റവും കുറവ് കാണുന്നത് പ്രൊഫഷണൽസിനാണ്. ഒരുപാട് രോഗികളെ നോക്കുന്ന ഒരു ഡോക്ടർ, ഒരുപാട് കണക്കുകൾ നോക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇപ്പോഴും കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ എപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനീയർ, ഒരു അഡ്വക്കേറ്റ്, ഇങ്ങനെയുള്ള ആളുകൾ, ജഡ്ജിമാർ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എപ്പോഴും ചിന്തകൾ ഉള്ളതുകൊണ്ട് ബ്രെയിൻ എപ്പോഴും നല്ല ടൈറ്റ് ആയിരിക്കും. ഓർമ്മക്കുറവ് കുറവായിരിക്കും. അതേസമയം 60 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷം ഒരു പണിക്കും പോവാതെ വീട്ടിൽ തന്നെ സ്വസ്ഥ ജീവിതത്തിലായിരിക്കുന്ന, ചിന്തകളൊക്കെ കുറവുള്ള റിലാക്സ്ഡ് ലൈഫാണെങ്കിൽ ബ്രെയിൻ പെട്ടെന്ന് ചുരുങ്ങും. അപ്പോൾ ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ഒക്കെ കൈകൾ കൊണ്ട് ചെയ്യണമെന്നാണ്. ഇപ്പോൾ നമ്മുടെ പ്രഷർ കൊടുക്കുന്ന ബോൾസ് ഒക്കെ ഉണ്ടല്ലോ, ആ ബോൾസ് ഒക്കെ ഇങ്ങനെ കൈ കൊണ്ട് പ്രഷർ കൊടുക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് പ്രഷർ ചെയ്യുമ്പോൾ ഇടത്തെ ബ്രെയിൻ ആക്റ്റീവ് ആവും. ഇടത്തേക്ക് വേണ്ടി പ്രഷർ കൊടുക്കുമ്പോൾ വലത്തെ ബ്രെയിൻ ആക്റ്റീവ് ആവും. അങ്ങനെയൊക്കെയുള്ള ചില ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഡെയിലി നടക്കുന്നത് നല്ലതാണ്. ഭക്ഷണം നിയന്ത്രിക്കുന്നത് നല്ലതാണ്. പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ മത്സ്യങ്ങളിൽ തന്നെ സാൽമൺ, അതോടൊപ്പം തന്നെ നമ്മൾ മത്തി പോലെയുള്ള മത്സ്യങ്ങളൊക്കെ ഓർമ്മശക്തി, പ്രായാധിക്യം കൊണ്ടുള്ള ഓർമ്മശക്തിയെ ഒരു പരിധിവരെയും തടഞ്ഞു നിർത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളിലെ ഓർമ്മക്കുറവ്. ഈ കുട്ടികളിലെ ഓർമ്മക്കുറവ് പ്രധാനമായും 2 തരത്തിൽ അതിനെ തിരിക്കാം. ഒന്ന് ശാരീരിക വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ടതാകാം. മറ്റൊന്ന് പഠനതന്ത്രങ്ങൾ അറിയില്ലാത്തത് കൊണ്ടാകാം. ശാരീരികമായ എന്തെങ്കിലും വൈകല്യമൊക്കെ കുട്ടികൾക്കുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് ഒരു ഷോക്ക്, 8 വയസ്സിന് മുന്നേ ഉയരത്തിൽ നിലത്ത് വീണിട്ടുള്ള ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട്, വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭയം കൊണ്ടുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് പിന്നീട് അങ്ങോട്ട് ആത്മവിശ്വാസക്കുറവ് സംഭവിക്കുകയും ആ ആത്മവിശ്വാസക്കുറവ് പഠിച്ച കാര്യങ്ങളും ഇടപെടുന്ന മേഖലകളും പലതിലും മറവി ഉണ്ടാകാൻ കാരണമാവുകയും ഒരിക്കൽ ആ മറവിയിലൂടെ സംഭവിച്ചിരിക്കുന്ന ഒരു പരാജയം വീണ്ടും എനിക്ക് മറവി ഉണ്ടാകുമോ എന്ന ഭയത്തിലേക്ക് എത്തിക്കുകയും പിന്നീട് ആ കുട്ടിക്ക് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ ഫീഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ഏതുപോലെ ചെറിയ ഒരു ആനക്കുട്ടിയെ മെരുക്കിയെടുക്കാൻ വേണ്ടി വലിയ ചങ്ങല കെട്ടിയിട്ട് നമ്മൾ വലിയ മരത്തിൽ കെട്ടാറുണ്ട്. ആനക്കുട്ടിയുടെ വികൃതിയും കുസൃതിയും കാരണം ആനക്കുട്ടി എന്ത് ചെയ്യും? അത് വലിക്കാൻ ശ്രമിക്കും. എത്ര വലിച്ചാലും ഇത് പൊട്ടില്ല. വലിയ ചങ്ങലയാണ്, വലിയ മരത്തിലാണ് തളച്ചിട്ടിരിക്കുന്നത്. പക്ഷേ 2-3 ആഴ്ച ആനയെ ഇതുപോലെ കെട്ടിയിട്ട് പരിശീലിപ്പിച്ചു കഴിഞ്ഞിട്ട് വലിയ ആനയെ നമുക്ക് നോക്കിയാൽ കാണാം, ചെറിയ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട്, ചെറിയ ചങ്ങല കൊണ്ട് തളച്ചിട്ട് ഏതെങ്കിലും പുൽമൈതാനത്ത് കൊണ്ടുവന്നൊരു കുട്ടിയിൽ ഇങ്ങനെ തളച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ പറയാണ്, എന്ത് മണ്ടനാണ് നിങ്ങൾ അല്ലേ? ആനയോട് പറയാണ്, ഒറ്റ വലിയ വലിച്ച ആ കുറ്റിയും പറിച്ചെങ്കിൽ പോകാൻ പാടില്ലേ? എന്തിങ്ങനെ പറിച്ചു പോകാത്ത? ആന എന്ത് മറുപടി പറയും? ആന പറയും, ഒരു രക്ഷയില്ല, ഞാനൊരു 10-20 ദിവസം വലിച്ചതാണ്, നടക്കൂല എന്ന് ആന പറയും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ചെറിയ പ്രായത്തിലുണ്ടാകുന്ന ചില റിഫ്ലെക്സ്
റിഫ്ലക്ഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിനിൽ കിടപ്പുണ്ടാവും. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, എനിക്കെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർമ്മക്കുറവുള്ള കുട്ടിയെ ഒരിക്കലും നിങ്ങൾ അവൾക്ക് ഓർമ്മക്കുറവുണ്ട് എന്ന് പബ്ലിക്കായിട്ട് പറയരുത്, കുട്ടിയോട് പറയരുത്. കുട്ടിയുടെ ആത്മവിശ്വാസം കുറയാൻ കാരണമാകും. അത്തരം കേസുകളിൽ നല്ല തെറാപ്പികൾ കൊടുത്തുകൊണ്ട് കുട്ടിയെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കലാണ് അത്തരത്തിലുള്ള ഓർമ്മക്കുറവുകൾക്കുള്ള പരിഹാരം. ഇനി വേറെ തരത്തിലുള്ള ഓർമ്മക്കുറവുണ്ട്, അത് പഠന തന്ത്രങ്ങൾ അറിയില്ലാത്തത് കൊണ്ടാണ്. ഉദാഹരണം, നിങ്ങൾ കുട്ടികളെ എൻ്റെ മുന്നിലേക്ക് തന്നു കഴിഞ്ഞാൽ, ഒരു 10-30 കുട്ടികളെ നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് ഇരുത്തി തന്നാൽ, ഞാൻ ബോട്ടിൽ ഒരു 10-30ഓളം ഒരു 60ഓളം വാക്കുകൾ ഞാൻ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കും. ഈ 60 വാക്കുകളും ഇതുപോലെ കാണാപ്പാഠം പഠിച്ച് അതേ ഓർഡറിൽ പറയാൻ നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര സമയം എടുക്കും? 60 വാക്കുകളുണ്ട്, കൃത്യ ഓർഡറിൽ പറയണം. ഏത് വാക്ക് പറഞ്ഞാലും അതിൻ്റെ മുന്നിലും പിന്നിലുള്ളത് പറയണം, തിരിച്ചും മറിച്ചും പറയണം. ഈ 60 വാക്ക് ഇതുപോലെ കാണാപ്പാഠം പഠിക്കാൻ നിങ്ങളുടെ കുട്ടികൾക്ക് സാധാരണ എത്ര സമയം എടുക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടിക്ക് വായിച്ചു പഠിക്കുന്ന കുട്ടികളല്ലേ നമുക്കുള്ളത്, അവർക്ക് സാധാരണ എത്ര സമയം എടുക്കും? 60 വാക്കുകൾ കാണാപ്പാഠം പഠിച്ച്. 60 വാക്ക് ഉദ്ദേശിക്കുന്നത് മൈക്ക്, ലാപ്ടോപ്പ്, ടേബിൾ, ചെയർ, ഗ്ലാസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ വെറുതെ എഴുതിയിടുക. 60ഓളം വാക്കുകൾ തിരിച്ചും മറിച്ചും നമുക്ക് കാണാപ്പാഠം പറയാൻ പറ്റണം. ഏത് വാക്ക് പറഞ്ഞാലും അതിന് മുന്നിലും പിറകിലുള്ളത് പറയാൻ പറ്റണം. ഇങ്ങനെ ഇത് എപ്പോൾ ചോദിച്ചാലും ഒരിക്കലും മറക്കാത്ത തരത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി അവർക്ക് എത്ര സമയം എടുക്കും? നിങ്ങളൊന്ന് പറയും. ഓർമ്മക്കുറവിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കണം. എത്ര സമയം എടുക്കും? ഏകദേശം എത്ര സമയം എടുക്കും? 60 വാക്കിൽ ഇതുപോലെ കാണാപ്പാഠം പഠിക്കാൻ നമ്മുടെ കുട്ടിക്ക്. ഒരു 10-12 വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഏകദേശം എത്ര സമയം എടുക്കും? ഉമ്മമാരോട് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞു തരും. കാരണം അവർ ഈ കുട്ടിയുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ളവരായിരിക്കും. ആർക്കെങ്കിലും പറയാനാണെങ്കിൽ അങ്ങ് പറയാം, അവർ ഏറ്റു പറഞ്ഞോളൂ. ഏകദേശം എത്ര സമയം എടുക്കും? കുട്ടിയുടെ പഠനമായിട്ടൊന്നും ഒരു ബന്ധമില്ലേ നിങ്ങൾക്ക്? ഏകദേശം എത്ര സമയം എടുക്കും? 60 വാക്ക് കാണാപ്പാഠം പഠിച്ച് തിരിച്ചും മറിച്ചും ഏത് ചോദിച്ചാലും മുന്നിലും പുറകിലും ഒക്കെ പറയാനായിട്ട് എത്ര സമയം എടുക്കും കുട്ടി? ഒരു മണിക്കൂറൊക്കെ എടുക്കും അല്ലേ? ഒരു മണിക്കൂർ മേളം ഒരു ദിവസവും. അപ്പം അതിലും കൂടി ഒരു ദിവസമൊക്കെ എടുക്കും. ഞാൻ പറയുന്നു, ഇത് കാണാപ്പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് വെറും 6 മിനിറ്റ് മതി. ഓൺലി 6 മിനിറ്റ്സ് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇത് അത്ഭുതമാണോ അല്ലേ? നിങ്ങൾ പറ, അത്ഭുതമാണോ അല്ലേ? അത്ഭുതമാണ് അല്ലേ? ഇതാണ് പഠനതന്ത്രം. എങ്ങനെ പഠിക്കണം എന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. വാട്ട് ദേ ഡോണ്ട് ടീച്ച് ദം ഇൻ സ്കൂൾസ്, അത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ, അതെങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല. നമുക്കും അറിയില്ല, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നില്ല. അപ്പൊ പഠനതന്ത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 60 വാക്കുകൾ ബൈ ഹാർട്ട് ചെയ്യാൻ 6 മിനിറ്റ് മതി. 4 പേജുള്ള എസ്സേ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി 20 മിനിറ്റ് മതി. 4 പേജ് വരുന്ന എസ്സേ ബൈ ഹാർട്ട് ചെയ്യാൻ എപ്പോൾ ചോദിച്ചാലും കുട്ടിക്ക് എസ്സേ അങ്ങനെ തന്നെ പറയാൻ പറ്റും. പ്രസംഗം പഠിക്കാൻ എത്ര സുഖ കുട്ടികൾക്ക്. ടെക്നിക്സ് ഉണ്ട്, പഠിക്കേണ്ട രീതിയുണ്ട്. ആ രീതി പഠിക്കണം. അതാണ് പഠനതന്ത്രം, ലേണിംഗ് സ്ട്രാറ്റജീസ്. അത് കൊടുക്കണം. ആ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ സമയം പോലെ നമുക്ക് കാണാം, കുട്ടികൾക്ക് കൊടുക്കാം. ഒറ്റ ദിവസം ട്രെയിനിങ് മതി, നല്ല വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ രക്ഷിതാക്കളെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കുട്ടികൾ ഓരോരുത്തരുടെ സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കും. നിങ്ങൾക്ക് ചോദിക്കാം, ഇന്ന വാക്കിന്റെ മുന്നിലുള്ള എന്താണ്? കുട്ടി ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് പറയും ഇന്നതാണ്. ആദ്യം മുതൽ അവസാനം വരെയും പറഞ്ഞേ, കുട്ടി ഇരുന്ന് പുഷ്പം പോലെ പറയും, തിരിച്ചും പറയും. 60ഓളം വാക്കിന് അത്ര സമയം മതി. അപ്പോൾ 100 വാക്ക് പഠിക്കാൻ എത്ര സമയം വേണം? 150 പഠിക്കാൻ എത്ര സമയം വേണം? മാക്സിമം 150 വാക്കുകൾ വരെ എത്തിയാൽ നിങ്ങൾ നമ്പർ ചോദിച്ചാൽ കുട്ടി ആ സാധനം പറയും. 25ാമത്തെ വാക്ക് എന്താണ്? കുട്ടി അപ്പം തന്നെ പറയും. അതിലല്പം കൂടി ടൈം എടുക്കുന്ന ഒരു പഠനതന്ത്രമാണ്. ഏകദേശം ഒരു 10, 20, 25 മിനിറ്റോളം കൂടിയ സമയം അതിനുവേണ്ടി ചെലവഴിച്ചാൽ അതും പറയാൻ പറ്റും. എത്രാമത്തെ എന്ന് പറയാൻ പറ്റും. 5ാമത്തെ വാക്ക് എന്താണ്? അപ്പം 5ാമത്തെ വാക്ക് എന്നതാണ് കുട്ടി പറയും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഈ ഓർമ്മക്കുറവ് എന്ന വിഷയത്തെ ട്രെയിൻ ചെയ്യിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്നതുണ്ട്. ശാരീരികമായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയത് കൊണ്ട് മാറിയെടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. IQ ടെസ്റ്റുകൾ പോലെ ടെസ്റ്റുകൾ നടത്തിയിട്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എന്നിങ്ങനെയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരം ഓർമ്മയുമായി ബന്ധപ്പെടുത്തി നമുക്ക് കൊടുക്കാൻ പറ്റുക. അല്ലാത്തത് മധ്യവയസ്കരിലും പ്രായമുള്ളവരിലും കാണുന്ന ഓർമ്മക്കുറവാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചില സമയങ്ങളിൽ പെട്ടെന്നുള്ള ദേഷ്യം കുട്ടികൾക്കുണ്ട്. എന്താണ് കാരണം? സമയം അനുവദിക്കുമോ? ഇത് സ്ത്രീകളുടെ ഭാഗത്തുള്ളതായിരിക്കുള്ളൂ, പേപ്പറാണ് കാണുന്നത്. ഈ ചോദ്യം അതുമായി ബന്ധപ്പെട്ടുള്ള തന്നെയാണ്. കുട്ടികൾ വെറുതെ ദുർവാശി, അതായത് പച്ചക്കുപ്പായുടെ പറയുമ്പോൾ ചുവപ്പുപ്പാട്, പിന്നെ ചോറിനാ പറയുമ്പോൾ കഞ്ഞാക്കുക, ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാട്
അതെന്താണെന്നുള്ളത് ഒരു കുറഞ്ഞ വാക്കുകളിൽ സമാനമായ വേറൊരു ചോദ്യം കൂടി. കുറഞ്ഞ വാക്ക് നിങ്ങൾ പറയരുത്. അല്ല അത് പറയാൻ വേണം, കുറയ്ക്കാൻ വേണം എന്ന് പറഞ്ഞാൽ നടക്കൂല. അല്ല ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞാണ്, ക്ഷമിക്കണം. അല്ല അതോടുകൂടി എനിക്ക് എൻ്റെ ഒരു സംശയം കൂടി ഞാൻ ചോദിക്കുകയാണ്, സമയമുണ്ടെങ്കിൽ എന്ന് അതും കൂടി സാന്ദർഭികമായിട്ട് പറയാം. പിന്നെ കമ്പാരിസൺ പറ്റില്ല എന്ന് പറഞ്ഞു. കമ്പാരിസൺ ചെയ്തിട്ട് അതായത് താരതമ്യപ്പെടുത്തിയിട്ട് പറയരുത്. ഒരു കുട്ടി രണ്ട് കുട്ടികൾ, അതായത് ഇപ്പം എൻ്റെ കുട്ടി അവൻ്റെ കുട്ടി രണ്ടാളും A+ വാങ്ങിയിരുന്നത്, ഒരു കുട്ടി പിന്നെ ഡൗൺ ആയി പോവാണ് എങ്കിൽ അവിടെ കമ്പാരിസൺ ചെയ്ത് അവനെന്താ കുറയുന്നില്ലല്ലോ, നിനക്കെന്താ കുറയാത്തത്? അതേപോലെയുള്ള സാന്ദർഭികമായ ഉപദേശങ്ങളും, അതായത് ചില കുട്ടികൾ ഇപ്പോൾ പരാജയത്തിൽ, ഇപ്പോൾ കുട്ടി എക്സാമിൽ തോറ്റ സമയത്ത് കുട്ടിക്ക് കൊടുക്കേണ്ട നിർദ്ദേശം അപ്പം തന്നെ കൊടുക്കണ്ടേ എന്നുള്ള അത് പിന്നെ ആ സമയത്ത് കുട്ടിയിൽ അത് എഫക്റ്റ് ചെയ്യുന്ന അത്ര പിന്നീട് അത് കിട്ടുമോ? അതിൽ നിന്ന് പാഠം ആ കുട്ടി ഉൾക്കൊള്ളേണ്ടതല്ലേ? അതെ, ആദ്യം പറഞ്ഞ സെന്റൻസ് അതായത് അവന് അത്രയും കിട്ടുന്നുണ്ടല്ലോ, നിനക്ക് എന്താ അവൻ്റെ അത്രയും കിട്ടാത്തത് എന്ന് നമ്മൾ ചോദിക്കുന്നതും നിനക്ക് അവൻ്റെ അത്രയും കിട്ടണം എന്ന് പറയുന്നതും തമ്മിൽ നിസ്സാര വ്യത്യാസമുള്ളൂ. ഒന്ന് നല്ല തല്ലിയും തല്ലും, മറ്റത് ഞാൻ വടി കൊണ്ടൊന്ന് തരുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. റിസൾട്ടിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് കമ്പാരിറ്റീവ് സ്റ്റഡി പാടില്ല, അത് പറ്റൂല. അതായത് മറ്റു കുട്ടിയോട് ഇവന്റെ ആത്മവിശ്വാസം കുറയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതൃകയാണ് അവനെ പോലെ എന്ന് പറയാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് അവനെ മാതൃകയാക്കി പഠിച്ചുകൂടെ എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല മൈൽഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ നമ്മൾ പറയുന്നത്. പക്ഷേ മറ്റൊരാൾ എന്ന റെഫറൻസ് ലൈൻ ഉണ്ടാക്കി കൊടുത്താൽ അയാൾ ഇവന്റെ ശത്രുവാകും. അത് കുട്ടിയുടെ മനസ്സാണ്, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് മൈൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കൊച്ചു കുട്ടികൾക്ക്, നിങ്ങൾ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ എത്ര നല്ലതിൽ പറയുന്നത് കുട്ടിക്ക് എന്താവൂല, അത് ആ ചിന്താഗതിയിലേക്ക് മനസ്സിലാക്കണം നിർബന്ധമില്ല. നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന റെഫറൻസ് പോയിന്റ് ഇവന്റെ ശത്രുവാണ്. പറ്റുമെങ്കിൽ ഓക്കെയാണ്, അവന് പറ്റിയില്ലെങ്കിൽ അവൻ ശത്രുവാകും. ഇവന്റെ മനസ്സിൽ അതിനുള്ള നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടാകും. അപ്പോൾ ഇവനോട് മാർക്ക് കുറഞ്ഞ കുട്ടിയോട് നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റുക? മോന് മാർക്ക് വളരെ കുറഞ്ഞു പോയല്ലോ, പക്ഷെ നിനക്ക് ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റും, ഉപ്പൊക്കെ ഉറപ്പാണ്. നിനക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. നിനക്ക് എന്താ അപ്പോൾ അവൻ്റെ അത്രയും മാർക്കില്ലാത്ത? നിനക്ക് അവനെ കണ്ടുപിടിച്ചൂടെ? മോനെ ഇവനെ കണ്ടുപിടിച്ചൂടെ? അവൻ അത്രയും നല്ല മാർക്ക് ഉണ്ടല്ല. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. മറ്റത് കുറച്ച് കനപ്പിച്ചു പറഞ്ഞു, ഇത് കുറച്ച് മൈൽഡായിട്ട് പറഞ്ഞു. പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ്. നല്ല തല്ലും എന്ന് പറയുന്നതും വടികൊണ്ട് തലോടും എന്ന് പറയുന്നതും സംഭവം ഒന്ന് തന്നെയല്ലേ. തലോടും എന്നത് ഇൻവെർട്ടർ കോമയിലാണെന്ന് മാത്രം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കുട്ടികൾക്ക് ഗസ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കുട്ടികൾ പെരുമാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം ഗസ്റ്റേഴ്സ്, അതായത് കുറച്ച് മാർക്ക് ഇംപ്രൂവ്മെന്റ് കണ്ടു, അപ്പൊ കുട്ടിയോട് കണ്ട പറയണ്ട, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞൊക്കെ എഫക്റ്റ് കണ്ടാ. ഇത് കുട്ടിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറും. മനസ്സിലാവുന്നുണ്ട്? വാക്കുകളെക്കാൾ ആംഗ്യങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്ന്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന പ്രചോദനം കൊടുക്കേണ്ടത്. ഒരിക്കലും മറ്റൊരു റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, അതിനെ സംബന്ധിച്ചിടത്തോളം അതിനെ വെച്ചുകൊണ്ട് എന്നൊരു കണക്കുണ്ടാവാൻ പാടില്ല. കുട്ടികളെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ശത്രുതാപരമായ സാധ്യതകളിലേക്ക് നയിക്കും എന്നുള്ളത് തന്നെയാണ് സൈക്കോളജി പഠിപ്പിക്കുന്നത്. മറിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഡയലോഗ്സിലൂടെ കുട്ടിയെ നിങ്ങൾക്ക് ഉയർത്തിയെടുക്കാം. മോന് നല്ല മാർക്ക് വാങ്ങാൻ കഴിവുണ്ടെന്ന് പപ്പാക്കറിയാം, അപ്പോൾ നന്നായിട്ട് പഠിക്കും, മോന് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവുണ്ട്, ഒന്ന് ശ്രമിച്ചു നോക്കണം, അടുത്ത തവണ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, വാപ്പ ഒന്ന് നോക്കട്ടെ, നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ഭാഗത്താണ് അവൻ അഭാഗത്താന്നോട് കണ്ടെത്തിയിട്ട് അതുകൂടി ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് പഠിക്കും. ചെറിയ ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ ഉടനെ പ്രോത്സാഹനം കൊടുക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. 3 കാര്യങ്ങൾ നിർബന്ധമായും കൊച്ചു കുട്ടികളെ മാനേജ് ചെയ്യുന്ന മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ വിഷയം ഇങ്ങനെ വിശാലമാണ് കേട്ടോ. അക്സെപ്റ്റ്, അഡ്ജസ്റ്റ്, അപ്രീഷിയേറ്റ്. അക്സെപ്റ്റ്, കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. പിള്ളേർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അതൊക്കെ അങ്ങനെ അങ്ങ് സ്വീകരിച്ചേ പറ്റുള്ളൂ. അഡ്ജസ്റ്റ്, കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ വേണം. അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അതായത് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ പഠിക്കണം. പ്രോത്സാഹനത്തിന്റെ വാക്കുകളെക്കാൾ എഫക്റ്റ് ആണ് ഗസ്റ്റേഴ്സ് അഥവാ ആംഗ്യങ്ങൾ. കണ്ടോ, നൈസ്, ബ്യൂട്ടിഫുൾ, വെൽ ഡൺ. പിന്നെ നന്നായിട്ടൊക്കെ കുട്ടി രാവിലെ ഒരുങ്ങി, പിന്നെ നമ്മൾ പറഞ്ഞ വസ്ത്രമൊക്കെ തന്നെ കുട്ടി ഇട്ടു എന്ന് കാണുമ്പോൾ ഇന്ന് നല്ല വസ്ത്രമൊക്കെ ഇടിച്ചല്ല, എന്ത് പറ്റിപ്പോയി എന്ന് ഉമ്മ ചോദിക്കുന്ന നേരം കൊണ്ട് ഉമ്മ പറഞ്ഞ അതേ ഡ്രസ്സ് തന്നെ മുത്ത് ധരിച്ചല്ല, നല്ല രസമുണ്ടല്ലോ കണ്ടോ, സ്റ്റൈലുണ്ടോ. ഇടപെടലിലൂടെ കുട്ടികൾ 12 വയസ്സ് വരെയും കോൺക്രീറ്റ് ചെയ്യപ്പെട്ട് ഉറയ്ക്കാത്ത സിമെന്റാണ്. ഏത് ഷേപ്പിലേക്ക് അപ്പം മാറ്റാം. 12 വയസ്സ് കഴിഞ്ഞാൽ ഉറച്ചു പോകും, പിന്നെ തല്ലി പൊടിക്കേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? 12 വയസ്സ് വരെയും ഏത് ഷേപ്പിലേക്ക് മാറ്റാം. അത് നമ്മൾ ഇടപെടലിലൂടെയാണ്.
നമ്മൾ എന്താവണം? നമ്മൾ വെള്ളത്തിന്റെ ഷേപ്പ് ആവണം. ഏത് പാത്രത്തിലാണോ വെള്ളം വീഴുന്നത്, വെള്ളത്തിന്റെ പാത്രത്തിന് ഷേപ്പ് കിട്ടുന്നു എന്ന് പറഞ്ഞ പോലെ അതുപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വേണം 12 വയസ്സ് വരെയും കുട്ടികളെയും കൊണ്ട് പോകാൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ? അപ്പൊ കമ്പാരിറ്റീവ് സ്റ്റഡീസ് പാടില്ല, കമ്പാരിസൺ പാടില്ല, പാടില്ല, പാടില്ല. ഓക്കെ, ആ വാക്കുകൾ ഒഴിവാക്കുക. അതേസമയം ഇങ്ങനെയുള്ള വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കുക. ഏതാ? അവനെ മാത്രം ഫോക്കസ് ചെയ്യുക, വേറെ ആരും വേണ്ട. വാപ്പയും പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് കുറച്ച് കുറവൊക്കെ ആയിരുന്നു. പിന്നെ വാപ്പക്ക് തോന്നി നല്ല മാർക്ക് വാങ്ങിക്കണം, എന്നാലാണ് നല്ല ജോലി കിട്ടുള്ളൂ, എന്നാലാണ് ടീച്ചർമാരൊക്കെ വിളിച്ചിട്ട് നന്നായിട്ട് അഭിനന്ദിക്കുള്ളൂ, നല്ല സമ്മാനം കിട്ടുള്ളൂ എന്നൊക്കെ തോന്നിയപ്പോൾ വാപ്പ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ വാപ്പക്ക് എന്തൊരു മാർക്കായിരുന്നു അറിയോ? സംഭവം നോണയാണെങ്കിലും നമുക്ക് പറയാലോ. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡയലോഗ്സിലൂടെ കുട്ടിയുടെ ആത്മവിശ്വാസം കൂട്ടിയെടുക്കണം. അതേസമയം നമ്മുടെ മക്കളുടെ തന്നെ മുതിർന്നവരും ഇളയവരും അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും ഇതൊന്നും ഈ വിഷയത്തിൽ കടന്നു വരാൻ പാടില്ല. അതാണ് ഡോണ്ട് മേക്ക് കമ്പാരിസൺസ്. ആ ഡോണ്ട് മീൻസ് എ ബിഗ് എംഫാറ്റിക് നോ. ഇല്ല, പാടില്ല. അതന്നെ. ആദ്യത്തെ ചോദ്യത്തിന്റെ ഇത് വന്നിട്ടില്ല. സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടായ ചോദ്യം മറ്റേ ദേഷ്യം, അതായത് ദുർവാശി. അതാണ്. അതായത് നമ്മൾ ചുവന്ന പിന്നെ പച്ചയിടും, പച്ച ഇടാൻ പറഞ്ഞ ഇലയിടും അല്ലെ, പറഞ്ഞത് അപ്പൊ കേൾക്കൂല അല്ലെ, പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാം. അതെ, അതായത് ഈ കുട്ടികളുടെ സ്വഭാവം, അതിന് കാരണം ഞാൻ പറഞ്ഞു തരുന്നത്. ഈ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു 10 വയസ്സുള്ള കുട്ടി ഇവിടെ ആരെങ്കിലും ഉണ്ടാ? 10 വയസ്സുള്ള ഒരു കുട്ടിയെ പറഞ്ഞു വിടാമോ? ഫഹ്മീദ്. എന്താണ്? ഫഹ്മീദ് ഇപ്പൊ ചെയ്യാൻ പോണെന്താ വെച്ചാല്, ഇത് എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ മോൻ ഇപ്പൊ ചെയ്യാൻ പോണത് പിന്നെ ഇത് നല്ല സ്പീഡിൽ അങ്ങ് വായിക്കുക. പെട്ടെന്ന് വായിച്ചോ. ഇവിടെ നിന്ന് വലത്തോട്ട് വായിക്കാം കേട്ടോ. നീല പച്ച മഞ്ഞ ഉറക്കെ വായിക്കാം, നീല പച്ച മഞ്ഞ ചുവപ്പ് കറുപ്പ് നീല ഓറഞ്ച് നീല ചുവപ്പ് മഞ്ഞ നീല ചുവപ്പ് കറുപ്പ് ഓറഞ്ച് നീല പച്ച മഞ്ഞ. വെരി ഗുഡ്. ഇനി മോൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി മോൻ ചെയ്യേണ്ടത് ഈ എഴുതിയിരിക്കുന്നത് ഓരോന്നും, ഹംസ സാഹിബ് നിങ്ങളെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ട് എന്തില്ല. ഓക്കെ, അപ്പോൾ മോൻ ചെയ്യേണ്ടത് ഇനി ഇത് ഏത് നിറത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് വായിക്കണം. ഏത് നിറത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് വായിക്കണം. പെട്ടെന്ന് വായിക്കും. അപ്പം നീല എന്നുള്ളത് എന്ത് നിറത്തിൽ എഴുതിയിട്ടുള്ളത്? ചുവപ്പ്. അപ്പം നീ വായിക്കേണ്ടത് ചുവപ്പ് എന്നാണ്. ക്ലിയർ? പെട്ടെന്ന് വായിച്ചു. ചുവപ്പ് നീല കറുപ്പ് പച്ച മഞ്ഞ ചുവപ്പ് പച്ച